ഹലോ വെൽക്കം ബാക്ക്. 3 പാട്ടും നിങ്ങൾ കണ്ടെന്ന് വിശ്വസിക്കുന്നത് ഇത് ഫൈനൽ പാർട്ടാണ്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ വീഡിയോ. നമ്മുടെ ഫീൽഡിൽ തന്നെ കണ്ടുപിടിച്ച് എന്തെങ്കിലും വഴി ഉണ്ടെങ്കിൽ അവിടെ ഒരു സ്പോൺസർഷിപ്പ് അങ്ങനെ കിട്ടുമെങ്കിൽ അതിന് ട്രൈ ചെയ്യണം. അത് എങ്ങനെയായിരുന്നു നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ കാരണം നമ്മൾക്ക് എനിക്ക് ഒന്ന് നമ്മുടെ ഇന്ത്യൻസ് പ്രത്യേകിച്ച് മലയാളികൾ പഠിക്കാൻ നല്ല മിടുക്കര് നല്ല കഴിവുള്ളവരാണ്. വളരുന്ന ആൾക്കാരാണ്. നന്നായിട്ട് എന്തായാലും ശ്രമിക്കണം. എന്റെ ഇങ്ങനെ ആയിപ്പോയി, ഞാൻ ഇത്ര ഉണ്ടായിരുന്നു, ഞാൻ ഇവിടെ തന്നെ അങ്ങനെയല്ല, അതുകൊണ്ട് നോക്കണം. കാരണം എനിക്ക് എന്റെ ഫീൽഡിൽ തന്നെ വേണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. കേരളത്തിൽ നിന്നപ്പോഴത്തെ എക്സ്പീരിയൻസ് കൊണ്ട് നമുക്ക് നമ്മൾ വർക്ക് ചെയ്യുന്ന, ഞാനൊരു ഫെയറായിട്ട് വർക്ക് ചെയ്യുന്നത്, അപ്പൊ നമ്മളെ അവർ ട്രീറ്റ് ചെയ്യുന്ന വേറൊരു രീതിയുണ്ട്. ഞാൻ നാട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന രീതിയിൽ നമ്മളെ അങ്ങനെ ട്രീറ്റ് ചെയ്ത് ഞാൻ വേറെ ഇപ്പം ഈവൻ നമുക്ക് തോന്നും നമ്മളെക്കാളും നമ്മുടെ നാട്ടിൽ ചെയ്തുകൊണ്ടിരുന്ന ജോലിയെക്കാളും അങ്ങനെ പറയുമല്ല ഞാന്, വേറൊരു രീതിയിൽ നമ്മളോട് ചിലപ്പോ ഇടപെടുന്ന രീതി, നിങ്ങൾ കേരളത്തില് നമ്മൾ ചെയ്യുന്ന ജോലി നിങ്ങൾ ഈ പണിയല്ലേ ചെയ്യുന്നത് എന്നുള്ള രീതി നമ്മളെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് തോന്നും എനിക്ക് പ്രൊഫഷണലി ഞാൻ ഇങ്ങനെയാണ് ആള്, പക്ഷെ ഞാൻ ഈ ജോലിയാണ് ചെയ്യുന്നത്. എനിക്കത് എന്നെ ഒത്തിരി വിഷമിച്ചോണ്ടിരുന്ന കാര്യം. അപ്പൊ ഞാൻ എങ്ങനെയാലും ജോലി എന്റെ പഠിത്തം കഴിയുമ്പോൾ എനിക്ക് നല്ലൊരു ജോലി, ഞാൻ പഠിച്ചത് തന്നെ എനിക്ക് വേണമെന്നുണ്ടായിരുന്നു. ആദ്യം വെക്കുമ്പോൾ ഞാൻ എല്ലാം തന്നെ കോപ്പി പേസ്റ്റ് ചെയ്ത് പഴയത് തന്നെ വെക്കുന്നു. പിന്നീട് ഞാൻ ജോബ് ഡിസ്ക്രിപ്ഷൻ നോക്കി അതനുസരിച്ച് മാറ്റം വരുത്തി വെക്കാൻ തുടങ്ങി. അപ്പൊ എനിക്ക് ഇന്റർവ്യൂസ് വിളിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് അപ്പൊ എന്റെ ഫീൽഡുമായിട്ട് തന്നെ ബന്ധപ്പെട്ട് NHS കണ്ടുപിടിക്കാൻ പാടായിരുന്നു. അതൊന്നാമത്തെ കാര്യം. ഞാൻ ചുമ്മാ അഡ്മിനായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. ഞാൻ പഠിച്ച ഡേറ്റ അനലിറ്റിക്സ് എനിക്ക് ആ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഒറ്റൊരു ആപ്ലിക്കേഷനെ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, അതെനിക്ക് കിട്ടി. 2021 സെപ്റ്റംബർ അല്ലെങ്കിൽ ആ 2021 തൊട്ട് 2024 വരെ എത്തി നിൽക്കുന്നത് ഞങ്ങളുടെ അപ്പൊ അതാണ് നമ്മള് ഇവിടെ എത്തി നിൽക്കുന്നത്. അപ്പൊ ഇവിടെ വന്ന് അങ്ങനെ പെട്ടെന്ന് ആരും അവിടെ ഇപ്പൊ നാട്ടിൽ നിന്ന് വിചാരിക്കണം ഇവിടെ വന്ന് ഞാൻ പറയും കഷ്ടപ്പെടാൻ റെഡിയാണോ, അങ്ങനെയാണെങ്കിൽ കുറച്ച് നമുക്ക് നല്ലതാ. പിന്നെ ഇപ്പൊ എനിക്ക് തോന്നുന്നു പഴയതിൽ ഇപ്പൊ ഒരുപാട് വന്ന് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പിന്നെ പാർട്ട് ടൈം കിട്ടാൻ സ്റ്റുഡൻസിന് പാർട്ട് ടൈം കിട്ടാൻ ഭയങ്കര നല്ല ബുദ്ധിമുട്ട്. വെച്ച് കഴിഞ്ഞാല് എന്റെ റൂമിൽ അത് കഴിഞ്ഞിട്ട് ഇവിടെ പോയി കഴിഞ്ഞിട്ട് എന്റെ അടുത്ത് വന്ന കൊച്ചിനാണെങ്കിലും അവള് വന്നിട്ട് ഒരു 2-3 മാസം കഴിഞ്ഞിട്ടൊക്കെയാണ് ജോലി ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ ഒത്തിരി പേരുണ്ട് വിളിച്ച് പറയുന്ന ജോലി എന്തെങ്കിലും കിട്ടാനുണ്ടോ അറിയാന്നുള്ളത്. അങ്ങനെയുള്ളവർ അപ്പൊ വന്നിട്ട് 3 മാസമായി 4 മാസമായി ജോലി ഇല്ല. അപ്പൊ എനിക്ക് ഓർക്കും ദൈവം ഞാനിവിടെ വന്നിട്ട് 10 ദിവസം ജോലി ഇല്ലാതെ ഇരുന്നപ്പോഴാണ് എനിക്ക് അപ്പൊ നോക്കിയാൽ കിട്ടിയാണ്. പക്ഷെ നമ്മളൊരു ഇതുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ആ ടൈമിലൊക്കെ വിചാരിച്ചോണ്ടിരുന്നത് എന്തായാലും വന്ന് കുറച്ച് കഴിയട്ടെ. കാരണം എനിക്കറിയാം 1 മാസം മുന്നേ വന്നോണ്ട് പണി പട്ടിപ്പണിയാണ്, കഷ്ടപ്പാടാണെന്ന് അറിയാന്ന് പറഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു കുറച്ച് നാളെ റെസ്റ്റ് എടുക്കും. ഞങ്ങൾ റെസ്റ്റ് ഒന്നും എടുത്തില്ല. ഞാനും ബാലും റെസ്റ്റ് എടുക്കണം. ഇത് സത്യം പറഞ്ഞ ഈ ഡയലോഗ് എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ, ആകാശ് എന്ന് പറഞ്ഞിട്ട്, അവൻ എന്നോട് പറഞ്ഞ ഡയലോഗ്, നീ വന്നതല്ലേ ഉള്ളൂ, നീ ടെൻഷൻ അടിക്കാറുണ്ട്, അങ്ങനെ ചിന്തിക്കരുതെന്നേ ഞാൻ പറയുള്ളൂ. ഇപ്പൊ ഭയങ്കര പാടാ. അത് ഏറ്റവും പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ആൾക്കാരെന്ന് പറഞ്ഞാൽ വിസ കിട്ടാനുള്ള കേരളത്തിലൊക്കെ തന്നെ നേരത്തെ വിസ എടുക്കാൻ അത്ര സുഖമുള്ള ജോലിയായിട്ട് ഞാൻ പറയത്തില്ല ഒരിക്കലും. നമ്മൾ ഇത്രയും അങ്ങനെയല്ല, നമ്മൾ ഇത്രയും പഠിച്ചു, ഇത്രയും പഠിച്ചവര് നമ്മളെത്രയും പഠിച്ചതോട് ഇത്രയും ഒരു കഷ്ടപ്പെട്ടിട്ട് നമ്മളുടെ ഫീൽഡേ മാറിപ്പോകും. അപ്പൊ ഒക്കെ വരുമ്പോ നമുക്കൊരു സങ്കടം പിന്നീട് ഉണ്ടാവും. കാരണം ഞാൻ ഇത്രയും പഠിച്ചു, ഞാൻ ഇത്രയും നന്നായിട്ട് ജോലി ചെയ്തു, അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കേണ്ട ആളല്ലായിരുന്നു. അങ്ങനെ നമുക്കൊരിക്കലും ഞാൻ പറയും നാട്ടിൽ നല്ല ജോലി നല്ല കയറി വരരുതെന്ന് ഞാൻ പറയുള്ളൂ. അത് ഇപ്പോഴത്തെ സാഹചര്യം വെച്ചിട്ടോ. ഇപ്പൊ ഒരു 2 years മുന്നേ ആണെങ്കിൽ നമ്മൾ പറഞ്ഞേരൊക്കെ ആണെന്ന് പറയാം. ഒരുപാട് സ്റ്റുഡൻസ് ആയിട്ട് കയറി വരുന്നവർക്ക് നല്ല രീതിക്ക് നല്ല റെസ്ട്രിക്ഷൻ. പിന്നെ ഈ നാട്ടിലുള്ളവരോട് ഒരു കാര്യം പറയാൻ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏജൻസി വഴിയൊക്കെ വരുമ്പോഴാണല്ലോ, അല്ല നമ്മൾ നോർമലി വരുമ്പോൾ നമ്മളോട് പറയുന്നത് 2 year സ്റ്റുഡന്റ് വിസ 2 year സ്റ്റേ ബാക്ക് എന്ന് പറയും. അപ്പൊ നമ്മൾ നോക്കും ഓക്കെ 4 വർഷം മുതൽ. പക്ഷെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ 2 year സ്റ്റുഡന്റ് വിസ തീർന്നു കഴിയുമ്പോൾ നമ്മൾ PSW അപ്ലൈ ചെയ്യണമെങ്കിൽ പിന്നെയും കാശ്
PSW അപ്ലൈ ചെയ്തവരാണ്. ഞാൻ ഇപ്പോഴും ഞങ്ങൾ രണ്ടുപേരും ഇപ്പോഴും ഞങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ 2 ലക്ഷം രൂപ 1 സംതിങ് 2 അടുത്താണ്. അത് കഴിഞ്ഞ മാർച്ച് തൊട്ടത് മാറി 3 ആയി. അതായത് നാട്ടില് 3 ലക്ഷം രൂപ വേണം ഒരാൾക്ക് PSW അപ്ലൈ ചെയ്യാൻ. അപ്പൊ ഡിപെൻഡന്റ് സെയിം പൈസ തന്നെ ഡിപെൻഡന്റ് കുറവാണോ? എനിക്കറിയില്ല. സെയിം പൈസ ഡിപെൻഡന്റ് എനിക്ക് അപ്പം എനിക്ക് ഡിപെൻഡന്റ് ഇല്ലാത്തത് കൊണ്ട് എനിക്ക് അറിയില്ല. അവളോട് എടുത്തിട്ടില്ല. ഞങ്ങളുടെ ഡിപെൻഡന്റ് സെയിം ആയിരുന്നു. പിന്നെ വിസയിലോട്ട് മാറിയപ്പോഴും ഏകദേശം എനിക്ക് തോന്നുന്നു അത് പൊതുവെ നമുക്ക് അറിയില്ലാത്തൊരു കാര്യമാണ്. ഇവിടെ വന്നിട്ടാണ് ഞാനത് അറിയുന്നത്. ഇവിടെ വന്ന് അപ്ലൈ ചെയ്യാൻ അതിന് മുന്നേ ഞാൻ അറിയുന്നുണ്ട്. അപ്പൊ എനിക്ക് അയ്യോ 2 വർഷം കഴിയുന്ന നമ്മൾ 2 വർഷം പെട്ടെന്ന് പോകും. അപ്പോഴേ നമ്മള് 3 ലക്ഷം രൂപ എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞിട്ട് നമ്മള് എപ്പോഴും വന്നു കഴിഞ്ഞ് എനിക്ക് തോന്നിയേക്കണ ആരും അപ്പൊ തന്നെ ജോലിയുടെ കാര്യങ്ങൾ ചിന്തിക്കില്ല. അപ്പൊ എന്തായാലും ഒരു PSWയിലോട്ട് എടുക്കും. എല്ലാവരും അങ്ങനെയല്ലേ, ഇവിടുത്തെ മിക്കവരും അങ്ങനെ. അതായത് നമ്മള് എപ്പോഴും ചിന്തിക്കുന്നത് 2 വർഷത്തോടെ കിട്ടൂലോ അങ്ങനെ അങ്ങനെ ചിന്തിക്കരുത്. നമുക്ക് ആ 2 വർഷത്തേന് നമ്മള് 3 ലക്ഷം രൂപ കൊടുത്ത് വേണം വിസ എടുക്കാൻ. ഞാൻ എപ്പോഴും പറയണത്, അതായത് ഇപ്പൊ സ്റ്റുഡന്റ് വിസയിലാണ് കയറി വരുന്നതെങ്കിൽ ആ സ്റ്റുഡന്റ് വിസയ്ക്കും PSWനും ഇടയ്ക്ക് ഒരു 3 മാസം 2 മാസം എന്നുള്ളൊരു ഗ്യാപ്പ് കിട്ടും. അപ്പൊ ഈ സ്റ്റുഡന്റ് വിസ തീർന്നതിന് 2 മാസം മുന്നേ ചിന്തിച്ചു തുടങ്ങാം. 2 മാസമല്ല, അതിന് മുന്നേ ചിന്തിക്കണം. നമ്മളെപ്പോഴും സാധാരണ എല്ലാരും ചെയ്യുന്നതെന്ന് വെച്ചാല് ഇപ്പൊ കെയർ വിസ തന്നെ എടുക്കാനാണെങ്കിൽ പൊതുവെ എല്ലാരും ചെയ്യുന്നതെന്ന് വെച്ചാൽ PSW എടുക്കുന്നില്ല. നമ്മള് കെയർ വിസയിലേക്ക് ഈ 3 കൊടുക്കണം. പിന്നെ കെയർ വിസയ്ക്കുള്ള കാശ് ഇപ്പൊ കെയർ വിസയ്ക്കൊക്കെ ആണെങ്കിൽ എനിക്കൊന്ന് നല്ല കാശ് ചോദിക്കുന്നുണ്ട്. 10 ലക്ഷം രൂപയൊക്കെയാണ് ഒരു കെയർ വിസയ്ക്ക് ചോദിക്കുന്നത്. സ്റ്റുഡന്റ് വിസ കൊടുത്ത് ഇത്രയും കാശ് കൊടുത്തിട്ട് അടുത്തത് നമ്മള് കെയർ വിസയ്ക്ക് ഇത്രയും എടുത്തിട്ട് അത് ഭയങ്കര നമുക്കുണ്ടല്ലോ. അപ്പൊ നമുക്ക് കൺക്ലൂഷൻ ഓക്കെ. അപ്പൊ ഇതാണ് ഞങ്ങൾ ഇത്രയും UK വന്നത്. പിന്നെ ഇങ്ങനെ വിശേഷങ്ങൾ പറഞ്ഞിരുന്നാലുണ്ടല്ലോ ഒരു 10 എപ്പിസോഡ് 12 എപ്പിസോഡ് ഇതിലൊന്നും തീരത്തൊന്നും കാര്യങ്ങളൊന്നും പറയാനായിട്ട്. അപ്പം കൺക്ലൂഡ് ചെയ്യണാണ്. ഒരു ചെറിയൊരു ഇത് കിട്ടിയെന്ന് വിചാരിക്കുന്നു. UK എങ്ങനെയാണ്, ഞങ്ങൾ വന്നിട്ട് എങ്ങനെയാണ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ വീഡിയോ കൊണ്ട് ഉപകാരം ഉണ്ടായെന്ന് വിശ്വസിക്കുന്നു. ഉപകാരം ഉണ്ടായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും കാര്യങ്ങളോ ആവശ്യങ്ങളോ അയ്യോ മറ്റേ അക്കോമഡേഷൻ കിട്ടുമെന്നൊന്നും ചോദിച്ചു മെസ്സേജ് ചെയ്തിട്ടോ അല്ലാണ്ട് വേറെ എന്തെങ്കിലും ഞങ്ങൾക്ക് കമന്റിലോ അക്കോമഡേഷൻ ഞങ്ങൾക്ക് ഇപ്പൊ ഇവിടെ ചോദിക്കുന്നവർക്ക് നമുക്ക് അറിയില്ല. അതുകൊണ്ട് ഇപ്പൊ ഒന്നാമത്തെ കാര്യം ഭയങ്കര പാടാണ്. പിന്നെ അക്കോമഡേഷൻ എന്തൊക്കെ ഫോട്ടോയിൽ കണ്ടാലും നമ്മൾ നേരിട്ട് ഞാനൊക്കെ വന്നപ്പോഴേക്കും അന്നമ്മേനെ പറഞ്ഞു വിട്ടിട്ടാണ് നമ്മള് ഇത് ചെയ്തത്. ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാ. അപ്പൊ ഈ കുട്ടി ഞാൻ എപ്പോഴും കുട്ടി പറയുന്നത്, ഞാൻ കൂടുതൽ ഷോർട്സ് ഇടാൻ അവിടെ ഒന്നും വിചാരിക്കരുത്. എന്റെ കുട്ടി വായിൽ വന്നു. അപ്പൊ ഓക്കെ, അപ്പം എന്റെ ബൈ ബൈ പറ സാക്കു ബൈ പറ. ഇതിനെ കണ്ടോ. ബൈ.